തൊടേണമേ. ആരാധനേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറാനാത്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടത്തക്ക രീതിയിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ മോശയെപ്പറ്റിയും അഹറോനെ പറ്റിയുമാണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണ്. കണ്ണുകളടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ അഹറോനെ പോലെയും മോശയെപ്പോലെയും ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോയ നിമിഷങ്ങളെല്ലാം ഓർത്ത് അനുദപിക്കുകയും വീണ്ടും തമ്പുരാൻ്റെ കൃപയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ദിവസമാണെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ അങ്ങ് തന്ന ഓരോ കൃപകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. തമ്പുരാനെ, പ്രത്യേകിച്ച് അങ്ങയുടെ പരിശുദ്ധി വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തകർച്ചകളും ഭാരങ്ങളും പ്രയാസങ്ങളും നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിൻ്റെ ആത്മാവിനെ മക്കളിലേക്കെല്ലാം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്ക് നൽകി ഇവരുടെ എല്ലാ ഹൃദയങ്ങളെ അങ്ങ് തൊട്ടുണർത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിലെ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മളൊന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവിടെ ഇസ്രായേൽ ജനം സിൻ മരുഭൂമിയിലെത്തിയപ്പോൾ കുടിക്കാൻ വെള്ളമില്ലാതെ ദൈവജനം മോശയ്ക്കെതിരെ പെറുപിറുത്തൊരു സംഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, മോശയ്ക്കെതിരെ അഹറോനെതിരെ അവർ പെറുപിറുത്തപ്പോൾ അഹറോനും മോശയും കൂടെ ഒരു കാര്യം ചെയ്തു. അവർ സമാഗമ കൂടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങി അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന വചനമാണ് 6-ാമത്തെ വാക്യം. അപ്പോൾ മോശയും അഹറോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരത്തെ വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ നമുക്കെതിരെ പിറുപിറുക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആഴമായ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയും ചെയ്ത ചില യുവതിവാക്കന്മാർ കുടുംബത്തെ കാണും. പക്ഷേ നമുക്കെതിരെയൊക്കെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ പോലും പിറുപിറുക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബൈബിൾ പറയാണ്, അഹറോനും മോശയും ചെയ്തത് അവർ സമൂഹത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു. അവർ പ്രാർത്ഥിച്ചു. തമ്പുരാൻ്റെ ഹിതമറിയാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിക്കാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വികാരിയച്ഛൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എന്ന നിലയിൽ നമ്മൾ നയിക്കുന്ന ദൈവജനമൊക്കെ നമുക്കെതിരെ പെറുപിറുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാഗമ കൂടാരത്തിൽ തമ്പുരാൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവജനത്തിന് വേണ്ടി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ പ്രകാശിക്കും. മോശയും അഹറോനും ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചപ്പോൾ അവർ ധൈര്യത്തോടു കൂടി എഴുന്നേറ്റു. ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യിലെ വടി കൊണ്ട് നീ പാറക്കെട്ടടിക്കുക, അവിടെ നിന്ന് വെള്ളം പുറപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള വചനഭാഗമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ബൈബിളുള്ളവരെടുക്കുക, സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൻ്റെ
10 മുതലുള്ള വാക്യങ്ങളാണ്. 10-ാമത്തെ വചന പ്രകാരമാണ് മോശയും അഹറോനും കൂടെ പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണമോ? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണമോ? പ്രിയപ്പെട്ടവരെ, ദൈവമാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നതെന്നുള്ള സത്യം ഒരുപക്ഷെ ഒരു നിമിഷത്തേക്കെങ്കിലും മോശയും അഹറോനും മറന്നുപോയി. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണമോ? പ്രിയപ്പെട്ട, നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ ശക്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതികളൊന്നും ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുകയില്ല. ഇവിടെ മോശയും അഹറോനും ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവർ തങ്ങളുടെ വടി പാറയ്ക്കട്ടടിച്ചു. അവിടെ നിന്ന് ശക്തമായിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രവാഹം ഉണ്ടായി. മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും മനുഷ്യരും മുഴുവനും ധാരാളമായിട്ട് വെള്ളം കുടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ദൈവത്തിന് ആ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് ആ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അതാണ് 12-ാമത്തെ വാക്യം. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ട പ്രവാചകരും പുരോഹിതനും അവരുടെ നേതാക്കന്മാര് ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ ശുശ്രൂഷ ചെയ്തില്ല. ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഈ ജനത്തെ കാനാൻ ദേശത്തേക്ക് എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഈ ഒരു പ്രവൃത്തി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു. നമ്മുടെ കുടുംബത്തിൻ്റെ മോശയും അഹറോനും നിങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നായകനും നായികയും നിങ്ങളുമാണ്. കുടുംബനാഥനും ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നിർവഹിക്കണം. പ്രത്യേകിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന, അനേകം കുടുംബത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ട അപ്പനും അമ്മയും കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ലായിരിക്കും. ചിലപ്പോഴെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ആർക്കാനും വേണ്ടി ഓച്ചാനിക്കുന്ന രീതിയിലൊക്കെയുള്ളൊരു കുടുംബ പ്രാർത്ഥന ചില കുടുംബങ്ങളിലുണ്ട്. ആ സമയത്താണ് മൊബൈൽ ഫോൺ അടിക്കുന്നത്, ആ സമയത്താണ് ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നത്, ആ സമയത്ത് ചിലർ TV പോലും ഓഫ് ചെയ്യത്തില്ല, ആ സമയത്ത് പിള്ളേർക്ക് വേണേൽ പഠിക്കാൻ വേണ്ടി പോകാം. ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കുടുംബത്തിലെ മോശയും അഹറോനുമായ നിങ്ങൾക്കുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ട് ജനത്തെ കാനാൻ ദേശത്തേക്ക് എത്തിക്കുന്നത് നിങ്ങളല്ല എന്നാണ് ദൈവം പറഞ്ഞത്. നോക്കിയേ, അനേക വർഷങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ച് ഒരുപാട് കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും ഏറ്റ് മോശയും അഹറോനും ജീവൻ മരണ പോരാട്ടം നടത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുമ്പോൾ ദൈവമായ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഞാൻ അതിന് അനുവാദം തരുന്നില്ല. കാരണം നിങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ ശുശ്രൂഷ ചെയ്തില്ല. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, ദൈവികമായ പരിശുദ്ധി നമ്മുടെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന പരിശുദ്ധമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ നമ്മളതിന് നേതൃത്വം കൊടുത്തോ, ആ ശുശ്രൂഷയെ നമ്മൾ നേതൃത്വം കൊടുത്തോ എന്ന് നമ്മൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. യാതൊരു തരത്തിലുള്ള പ്രാർത്ഥനയോ പ്രാർത്ഥനാ മനോഭാവം ഇല്ലാതെ കുത്തിപ്പിടിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, കൊന്ത ചെല്ലുന്ന സമയത്തൊക്കെ വേറെ അതും ഇതൊക്കെ പറയുക. ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധയില്ലാതെ ഒരു അർത്ഥവും മനസ്സിലാക്കാതെ വായിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോടും പറയുന്ന കാര്യം ഇതാണ്: ഈ മക്കളെ, നിന്റെ കുടുംബാംഗങ്ങളെ ഇസ്രായേൽ ദേശത്തേക്ക് എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് നീ ആയിരിക്കില്ല, ഞാൻ വേറെ ആൾക്കാരെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന ഏതെങ്കിലും വൈദികരോ ഏതെങ്കിലും സന്യസ്തരോ ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കണം. ദൈവമായ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചൊരു ദൈവജനമുണ്ട്. ആ ദൈവജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ദൈവജനം പിറുപിറുക്കും, ആ ദൈവജനത്തിൻ്റെ സ്വഭാവമാണ്.
അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഒരു കുറവുണ്ടാകുമ്പോൾ അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കും, നമുക്കെതിരെയും പിറുപിറുക്കും. നമ്മുടെ ഉത്തരവാദിത്തം അവർ പിറുപിറുക്കുന്ന സമയത്ത് പോലും സമൂഹത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന് സമാഗമ കൂടാരത്തിൽ തമ്പുരാന്റെ സ്വരത്തിന് കാതുകൊടുത്ത് അവിടുത്തെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവജനത്തിന് കരുണ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും അത് കരുവോടുകൂടി ചെയ്തിട്ട് കാര്യമില്ല, അത് വാശിയോടുകൂടി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യണം. ആ ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ചെയ്തില്ലെങ്കിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയും, ഈ ജനത്തെ ഇസ്രായേൽ ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല, ഞാൻ വേറെ ആൾക്കാരെ കൊണ്ടുവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയുടെയും അഹറോന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. അതിനുശേഷം തുടർന്ന് സംഖ്യയുടെ പ്രവചനത്തിൻ്റെ തന്നെ അതേ അധ്യായം 20-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വചനം പറയാണ്, കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, അഹറോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. മെരീബ ജലാശയത്തിങ്കൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചത് കൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല, അഹറോൻ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറയുകയാണ്. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ അഹറോൻ ശുശ്രൂഷ ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശപ്രവാചകനോടും ദൈവമായ കർത്താവ് ഈ കാര്യം പറയുകയാണ്. നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 32-ാമത്തെ അധ്യായം, അതിൽ മോശയുടെ അന്ത്യപ്രഭാഷണം 44 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അതിൻ്റെ 51-ാമത്തെ വാക്യപ്രകാരമാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യപ്രകാരമാണ്. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. അടുത്ത വാക്യപ്രകാരം, ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. ദൈവത്തിന് വിശ്വസ്തമായിട്ട്, ദൈവത്തോട് വിശ്വസ്തമായിട്ട് പെരുമാറുന്നതിൽ ഒരു ചെറിയ വീഴ്ച നമ്മുടെ ഭാഷയിൽ മോശയ്ക്ക് വന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അത് വലിയ വീഴ്ചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ കർശനമായി തമ്പുരാൻ്റെ വചനത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ പരിശോധിക്കണം. ഒരുപക്ഷെ വചനം കേൾക്കുന്ന ചിലരെങ്കിലും നേരിട്ട് വചന ശുശ്രൂഷ നടത്തുന്നവർ കാണുമായിരിക്കും, ആത്മീയ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ കാണുമായിരിക്കും, കൗൺസിലിംഗ് ശുശ്രൂഷയോ മധ്യസ്ഥ പ്രാർത്ഥനയോ അതുപോലെ തന്നെ വചന പ്രഘോഷണമോ. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോടും പറയുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ ജനത്തിന് എൻ്റെ വിശുദ്ധി പകർന്നു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നീ എൻ്റെ പരിശുദ്ധി ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ കട്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാർത്ഥമായി ദിവസം തമ്പുരാൻ്റെ അടുത്തിരുന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തി കൊടുക്കത്തക്ക രീതിയിലുള്ള ശക്തിയോടുകൂടി, അഭിഷേകത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വിശ്വാസത്തോടുകൂടി ദൈവികമായിട്ടുള്ള ശുശ്രൂഷ നടത്തുന്നില്ലെങ്കിൽ നമ്മളെ കർത്താവ് തള്ളിക്കളയാനുള്ള വലിയ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ അതിശക്തമായിട്ടുള്ള രീതിയിൽ കൃപ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കണം. ഒരു ഗസ്റ്റ് വരുമ്പോൾ കുടുംബത്തിലെ പ്രാർത്ഥന വേണ്ടാന്ന് വെക്കരുത്. നീ കുടുംബത്തിലെ മോശയും അഹറോനുമാണ്. ആ കുടുംബമാകുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധി നീ വെളിപ്പെടുത്തി കൊടുക്കണം. ഒരു വെള്ളിയാഴ്ച ദിവസം നിന്റെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അന്ന് കോഴിനെ നീ കൊല്ലരുത്. അന്ന് നീ ത്യാഗം സഹിച്ച് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബാംഗങ്ങൾ കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്തേ മതിയാകൂ. കാരണം നമ്മുടെ കുടുംബാംഗങ്ങളെ കാനാൻ ദേശത്തേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അഭിഷേകത്തിൻ്റെ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. വചനപ്രകാരമാണ്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നല്ല ശ്രദ്ധയുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. ഒരു കൊന്ത ചെല്ലുകയാണെങ്കിൽ തന്നെ അത് തോന്നിവാസം ചെല്ലരുത്. ബൈബിൾ വായിക്കുകയാണെങ്കിൽ അത് അശ്രദ്ധമായിട്ട് വായിക്കരുത്. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ
ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ കുർബാനയ്ക്ക് നിൽക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ ഇതെൻ്റെ ആദ്യത്തെ കുർബാനയാണ്, ഇതെൻ്റെ അവസാനത്തെ കുർബാനയാണ്, ഇതെൻ്റെ ഏക കുർബാനയാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് മാസ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് മാസ് ആൻഡ് ദിസ് ഈസ് മൈ ഓൺലി മാസ്. ഈ ഒരു വിചാരത്തോടുകൂടി, ഗൗരവ ബുദ്ധിയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി കുർബാനയ്ക്ക് പങ്കെടുക്കണം. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തക്ക രീതിയിൽ കുർബാനയിൽ പങ്കെടുക്കണം. കുർബാന അർപ്പിക്കുന്ന വൈദികരാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനത്തിന് കിട്ടത്തക്ക രീതിയിൽ കുർബാന അർപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഒരു വലിയ ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഓരോരുത്തരെയും അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇപ്രകാരം പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യപ്രകാരമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. കാപട്യം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലോ വ്യക്തിപരമായ പ്രാർത്ഥനയിലോ സമൂഹ പ്രാർത്ഥനയിലോ പാടില്ല. യാമപ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, ജപമാല അർപ്പണം നടത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരാധന മുമ്പിലിരിക്കുമ്പോൾ കാപട്യത്തോടു കൂടി ഇരിക്കാൻ പാടില്ല എന്ന് യേശു ക്രിസ്തു നല്ല കർശനമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ നമ്മൾ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ ഓർത്ത് തമ്പുരാൻ്റെ അടുത്ത് നന്നായി മാപ്പ് ചോദിക്കണം. നമ്മൾ ചിലപ്പോൾ കെറിവിച്ചോ വാശി പിടിച്ചോ തമ്പുരാൻ്റെ വിശുദ്ധിയെ നമ്മൾ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവജനം ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരാകാം, നമ്മൾ ഏൽപ്പിച്ച മറ്റുള്ളവരാകാം, ആ മക്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധി അത് അനുഭവിക്കാനായിട്ട് നമ്മുടെ അശ്രദ്ധ കാരണമായിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ അടുത്തിരുന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശയും അഹറോനും ദൈവജനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചെങ്കിലും അവസാനം കാനാൻ ദേശം നോക്കിക്കാണാൻ മാത്രമേ മോശയ്ക്ക് പറ്റിയുള്ളൂ, അവിടെ ചെല്ലാൻ പറ്റിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിച്ച്, കരുണയുള്ളവനാണല്ലോ അവിടുന്ന്, തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കുന്നവനാണല്ലോ അവിടുന്ന്. ആ തമ്പുരാൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഈശോയോട് പറ, ഈശോയെ തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ തമ്പുരാനതിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ ഞങ്ങൾ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തില്ല. ധാരാളം അവസരം നീ തന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവതയില്ലാതെ, കർത്താവെ ഒരു ശ്രദ്ധയില്ലാതൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജപമാലയൊക്കെ അർപ്പിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഭക്തിയില്ലാത്തൊരു ഞാൻ ജപമാല അർപ്പിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണം. ഈശോയെ അങ്ങ് വചനത്തിലൂടെ പറഞ്ഞു, നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. ഈശോയെ, ഞങ്ങളുടെ കുർബാന അർപ്പണത്തിലൊക്കെ ഒരു സജീവത പലപ്പോഴും ഇല്ല, ഭക്തിയില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ കാപട്യത്തോടു കൂടിയിട്ടാണ് പ്രാർത്ഥിച്ചത്, ഉള്ളിലൊന്ന് പുറത്ത് വേറൊന്ന്. ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണ കാണിക്കണമേ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈ നിമിഷങ്ങളിൽ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ. ഈ നിമിഷങ്ങളിൽ അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. ഓ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിലേക്ക് എല്ലാം വർഷിക്കണമേ. ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും ആത്മാവിനെ വർഷിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള വലിയ കൃപ അവർക്ക് കൊടുക്കണമേ. കെട്ടുകൾ അഴിയട്ടെ, എല്ലാ തരത്തിലുള്ള അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തക്ക രീതിയിൽ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാനുമുള്ള വലിയ അഭിഷേകം ഈ വചനം കേൾക്കുന്ന സകല മക്കളിലേക്ക് ഇപ്പോൾ നിറയട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളോട് കരുണ കാണിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാണ് ഈശോ. ആ ഈശോയുടെ മുമ്പിൽ നമുക്ക് വന്ന എല്ലാ കുറവുകളും ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അലസതയും നമ്മുടെ മടിയെല്ലാം തമ്പുരാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദനാകട്ടെ എന്നുള്ള വചനത്തെ നമുക്കിപ്പോൾ ഓർക്കാം. തമ്പുരാൻ്റെ വേലയിൽ നമ്മൾ അലസരായിട്ട് കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം ഓർത്ത് അനുദപിച്ച്, കർത്താവെ, ഉണർവോടും വലിയ താല്പര്യത്തോടും കൊണ്ട് നിൻ്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് ഈ അൾത്താരിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് മഹത്വപ്പെടുത്തി ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിൻ്റെ പ്രിയപ്പെട്ട ഓരോ മകനെയും മകളെ ഇപ്പോൾ തൊടണമേ.
ഈശോയെ അവരുടെ എല്ലാ തരത്തിലുള്ള മടിയും മന്ദതയും മരവിപ്പും അങ്ങ് മാറ്റി ഉണർവും അഭിഷേകവും ശക്തി അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഈ നിമിഷങ്ങളിൽ തന്നെ കെട്ടുകൾ അഴിയട്ടെ, ഈ നിമിഷങ്ങളിൽ തന്നെ ബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഈ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിന് എല്ലാവരിലേക്ക് അങ്ങ് വർഷിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല എളിമയോടുകൂടി പ്രാർത്ഥിക്കുക, നല്ല അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുക. അവിടുന്ന് ഒരു പുതിയ ചൈതന്യം നമ്മളിലേക്ക് ഒഴുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ അഭിഷേകം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തമ്പുരാൻ നൽകിയ കൃപകൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നതിനെ ഓർത്ത്, അലസരായി കഴിഞ്ഞതിനെ ഓർത്ത് ആഴത്തിൽ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമയോടും വിനയത്തോടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അലസതപ്പെട്ട് മടി പിടിച്ച് ഉറക്കം നടിച്ച് മന്ദോഷ്ണതയോടുകൂടി ജീവിച്ച കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ഓർത്തിപ്പോൾ അനുദപിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ അതിൻ്റെ ഗൗരവത്തിൽ ചെയ്യാതിരുന്നതിനോർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കട്ടെ. തമ്പുരാൻ ഏൽപ്പിച്ച ചെറുതും വലുതുമായ വിവിധ ശുശ്രൂഷകൾ മടിപിടിച്ച് അതിന് അലസരായിട്ട് ഗമിച്ചതിലൂടെ വന്ന എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി തമ്പുരാൻ്റെ വലിയ കൃപയും തമ്പുരാൻ്റെ വലിയ അഭിഷേകവും അവിടുത്തെ വലിയ ശക്തിയും നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, നീ തണുപ്പോ ചൂടോ ഉള്ളവനാണ് െന്ന് ഞാൻ ആശിക്കുന്നു. നീ മന്ദോഷ്ടനാകിയാൽ നിന്നെ എൻ്റെ നാവിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ പക്കൽ അനുദപിച്ചുകൊണ്ട് തമ്പുരാനെ നല്ല ചൂട് നൽകണമേ, നല്ല ഉണർവ് നൽകണമേ, നല്ല അഭിഷേകം നൽകണമേ എന്ന് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിങ്ങളെയും കുടുംബത്തെയും മക്കളെയും കുടുംബ പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തിൽ എല്ലാം ഉണർവ് ലഭിക്കാൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ഈ നിമിഷങ്ങളിൽ സ്വർഗം തുറന്ന് നിന്റെ ദൈവം നിന്നെ സ്പർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എളിമപ്പെട്ട് വിനയത്തോടുകൂടി പ്രാർത്ഥിച്ച് ഇപ്പോൾ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, അടിമച്ചങ്ങലോടെ തകരട്ടെ, അലസതയുടെ കെട്ടുകൾ അഴിയട്ടെ, ഉണർവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ, ശക്തിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ, പ്രാർത്ഥനാ കൃപകൾ വർദ്ധിക്കട്ടെ, തീഷ്ണത വർദ്ധിക്കട്ടെ, മന്ദത വിട്ടുപോകട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ. കുടുംബത്തിൽ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ആത്മീയത്തിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. Hallelujah, Maranatha. Come, Lord Jesus.